ഓം നമ ശിവായ. മകയിരം തിരുവാതിര പുണർതം. മിഥുനക്കൂർ. മിഥുനക്കൂറിലെ മകയിരം നക്ഷത്രത്തിനെ കുറിച്ചാണ് കൂടുതലായിട്ടും ഇന്ന് പറയുന്നത്. മകയിരം ചിത്തിര അവിട്ടം കുജദിശയിലാണ് മകയിരം നക്ഷത്രക്കാർ ജനിക്കുന്നത്. ഇവരുടെ പ്രത്യേകിച്ചുള്ള ഗുണദോഷങ്ങളും വരുവാൻ പോകുന്ന ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് വരുവാൻ പോകുന്ന കാര്യങ്ങളും ഇവർക്ക് വരുവാൻ പോകുന്ന നല്ല കാര്യങ്ങളും ദോഷമായിട്ടുള്ള കാര്യങ്ങളും അതിനു വേണ്ടുന്ന പരിഹാരങ്ങളും ഇവയെല്ലാമാണോ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതിൻ്റെ സവിശേഷതകളെന്ന് പറയുന്നത്, മകയിരം നക്ഷത്രക്കാർ പൊതുവെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളവരാണ്. മകയിരം നക്ഷത്രക്കാർക്ക് നല്ല ആരോഗ്യമുള്ളവരാണ്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവരാണ്. ബന്ധുമിത്രാദികളും പുത്രന്മാരും ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ളവരാണ്. മാത്രമല്ല, ഇവർ മാതൃഭക്തരും ഈശ്വരവിശ്വാസികളും ബന്ധുമിത്രാദികളോട് സ്നേഹവും ഉള്ളവരാണ്. മോടിയോടുകൂടിയുള്ളതും ഭംഗിയുള്ളതുമായിട്ടുള്ള വീടുകൾ ഇവർ നിർമ്മിക്കുകയും അതിൽ അവർ താമസിക്കുവാൻ യോഗമുള്ളവരുമാണ്. എന്നാൽ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരുടെ ഇപ്പോഴത്തെ ഗ്രഹനിലയെന്നും വെച്ച് നോക്കുമ്പോൾ വരാവുന്നതും സംഭവിക്കുവാൻ പോകുന്നതുമായിട്ടുള്ള ഏകദേശ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇവരുടെ ഗ്രഹനില ഇടവത്തിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും ചന്ദ്രനും കന്നിയിൽ കേതുവും മകരത്തിൽ ആദിത്യനും ബുധനും കുംഭത്തിൽ ശനിയും മീനത്തിൽ ശുക്രനും രാഹുവുമാണ്. ഇവരുടെ ഇപ്പോഴത്തെ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ഇടവത്തിലെ വ്യാഴമെന്ന് പറയുന്നത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. എന്നാൽ ആ വ്യാഴം ഇവർക്ക് നല്ല ആരോഗ്യം നൽകുകയും ധനസമ്പത്തുക്കൾ നൽകുകയും ചെയ്യുന്നതാണ്. ഇവരുടെ സവിശേഷതകളെന്ന് പറയുന്നത്, ഈ വ്യാഴം എല്ലാ സുഖസൗകര്യങ്ങളും തന്നെ നൽകുവാൻ കഴിവുള്ളതാണ്. എന്നാൽ ഇവരുടെ മിഥുനത്തിൽ നിൽക്കുന്ന കുജൻ ഇവർക്ക് കൂടുതൽ ബന്ധുമിത്രാദികളൊന്നും തന്നെ കൊടുക്കുന്നതല്ല. ബന്ധുമിത്രാദികൾ മാത്രമല്ല, സുഹൃത്തുക്കൾ ഇവർക്ക് വളരെയധികം കുറവായിരിക്കും. എന്നാൽ ഇവർ ഉപകാര സ്മരണയുള്ളവരാണ്. മറ്റുള്ളവർ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളെയും ഇവർ വിലയിരുത്തുകയും നല്ലതുപോലെ അതിനെ പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ്. മകരത്തിലാണ് ആദിത്യനും ബുധനും നിൽക്കുന്നത്. മകരത്തിൽ നിൽക്കുന്ന ബുധൻ വളരെ പണം ഇവരുടെ കൈകളിലേക്ക് വരുവാൻ സാധ്യതയില്ലാത്ത കാലഘട്ടമാണ്. പണമുണ്ടെങ്കിലും ഇവരുടെ കൈകളിലേക്ക് ധാരാളം പണം വന്നു ചേരുകയില്ല. എന്നാൽ മകരത്തിൽ നിൽക്കുന്ന ആദിത്യൻ എന്ന് പറയുന്നത് ഇവർക്ക് വരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ നീക്കിക്കൊടുക്കുവാൻ കഴിവുള്ളതാണ്. എന്നാൽ ആ ആദിത്യനെ കൊണ്ട് ഇവർക്ക് ദോഷങ്ങളൊന്നും തന്നെ സംഭവിക്കുവാൻ ഇടയില്ലാത്തതാണ്. എന്നാൽ കുംഭത്തിൽ നിൽക്കുന്ന ശനി എന്ന് പറയുന്നത് ഇവർക്ക് സ്ത്രീ സഹജമായിട്ടുള്ള സമ്പത്തുക്കൾ കൊണ്ട് അനുഭവിക്കുവാൻ യോഗമുള്ളവരാണ്. ആ സമ്പത്തുക്കൾ മുഖാന്തരം ഇവർ സുഖലോലുപന്മാരാകുകയും സമ്പത്തുക്കൾ ധാരാളം ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണ്. ഇനി മകരത്തിൽ നിൽക്കുന്ന ആദിത്യനെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ധനത്തെ ഇവർ മോഹിക്കുകയും ആ ധനം എങ്ങനെയെങ്കിലും കൈക്കലാക്കുവാൻ ഇവർ ശ്രമിക്കുന്നവരുമാണ്. എന്നാൽ ശുക്രൻ ഇപ്പോൾ മീനം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങളും ബഹുമതികളും സ്ഥാനവും നേതൃസ്ഥാനങ്ങളിലേക്ക് ഇവരെ ഉയർത്തുവാനും വളരെയധികം നല്ല പ്രവൃത്തികൾ ഇവരിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണ്.
ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് 9-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് അഷ്ടമാധിപനുമായിട്ട് ബന്ധമുണ്ട്. 9-ാം ഭാവാധിപന് അഷ്ടമാധിപനുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഇവർ മറ്റുള്ളവരോട് വളരെയധികം സഹാനുഭൂതികളോ അല്ലെങ്കിൽ വളരെ സഹാനുഭൂതികളുള്ളവരായിരിക്കില്ല. എന്നാൽ അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം തന്നെ ഇവർ ചെയ്തു കൊടുക്കുവാൻ ഇവർക്ക് കഴിവുള്ളവരാണ്. ഇവർ അങ്ങനെ സഹാനുഭൂതികളിൽ ചെയ്യുന്നവരാണ്. കാരണം 9-ാം ഭാവാധിപൻ പാപക്ഷേത്രമാണ്. ആ 9-ാം ഭാവാധിപൻ പാപക്ഷേത്രമാകുകയാൽ അവർക്ക് സഹാനുഭൂതിയോടുകൂടി മാത്രമേ ഇവർ മറ്റുള്ളവർക്ക് സഹായങ്ങൾ, കഷ്ടപ്പാടുകൾ മാറ്റിക്കൊടുക്കുകയുള്ളൂ. എന്നാൽ ആ 9-ാം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ മീനം രാശിയായിട്ടുള്ള മീനം രാശിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ മീനം രാശിയിലേക്ക് വരുമ്പോൾ 9-ാം ഭാവാധിപന് 10-ാം ഭാവാധിപ ബന്ധം വന്നു. അതുകൊണ്ട് ഇവർക്ക് ഉന്നതമായിട്ടുള്ള കോടീശ്വര യോഗമുണ്ടാകും. മാത്രമല്ല രാജയോഗം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സബലീകരിക്കും. ഇവർക്ക് ധനവും പ്രശസ്തിയും ബഹുമതികളും എല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരുവാനുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളുമാണ് ആ ശനിമാറ്റം കൊണ്ട് വരുന്നത്. മാർച്ച് 29 മുതൽ ഇവർക്ക് വളരെയധികം മാറ്റങ്ങളാണ് വരുന്നത് ജീവിതത്തിൽ. എന്നാൽ ഈ 9-ാം ഭാവാധിപന് അഷ്ടമാധിപൻ്റെ ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് ഇവർക്ക് ഭാഗ്യക്കുറവായിരുന്നു. ആ ഭാഗ്യക്കുറവുണ്ടായിരുന്നത് കൊണ്ട് കഴിഞ്ഞ 2.5 വർഷം ഇവർക്ക് ഭാഗ്യം വളരെ മോശമായിരുന്നു. ആ ഭാഗ്യമില്ലായിരുന്നത് കൊണ്ട് ഇവർക്ക് വളരെയധികം കഷ്ടനഷ്ടങ്ങളെല്ലാം തന്നെ സംഭവിക്കുവാനിടയുണ്ട്. എന്നാൽ 10-ാം ഭാവത്തിലേക്ക് ശനി മാറുമ്പോൾ ഇവർക്ക് രാജയോഗം വരികയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇവർക്ക് 10-ാം ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നത്. ശുക്രൻ നിൽക്കുന്നതിനാൽ ഇവരെ ബഹുമാനിക്കുകയും സ്ഥാനമാനങ്ങൾ നൽകുകയും ഉന്നത പദവികളിൽ എത്തിച്ചേരുകയും എല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരും. 10-ാം ഭാവാധിപൻ വ്യാഴക്ഷേത്രമാകുകയാൽ ആ 10-ാം ഭാവാധിപൻ്റെ വ്യാഴ ദിശാകാലഘട്ടങ്ങളിൽ ഈ മകയിരം നക്ഷത്രക്കാർക്ക് സർക്കാരിലോ ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങളോ പദവികളോ ലഭിച്ചിരിക്കും. മാത്രമല്ല ഇവർക്ക് 22-ാമത്തെ വയസ്സ് മുതലാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ പോകുന്നത്. ആ 22 വയസ്സ് മുതൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശസ്തിയും അതുപോലെ തന്നെ വളരെയധികം കീർത്തിയും സ്ഥാനവും ലഭിക്കുന്നത് 22-ാമത്തെ വയസ്സ് മുതലാണ്. 25-ാമത്തെ വയസ്സ് മുതൽ ഇവർക്ക് ധനം ഇവരുടെ കൈകളിൽ എത്തിച്ചേരുകയും വളരെയധികം സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കുവാൻ സാധിക്കുകയും വിവാഹയോഗമുണ്ടാകുകയും പുത്രസമ്പത്തുക്കൾ ഉണ്ടാകുകയും ധനം വന്നു ചേരുകയും അങ്ങനെയുള്ള എല്ലാവിധ ഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നത് 25 വയസ്സ് മുതലാണ്. എന്നാൽ ഇവർ കാർഷിക മേഖലകളിൽ വളരെയധികം താല്പര്യമുള്ളവരാണ്. കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്ക് നല്ല പ്രാവീണ്യമുള്ളവരും ഇവർ തൊടുന്നതെല്ലാം പൊന്നാകുന്നവരുമാണ്. ഇവരുടെ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് 10-ാം ഭാവത്തിലേക്ക് ശനി മാറുന്നത് കൊണ്ട് ആ ശനീശ്വരൻ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും വാരിക്കോരി നൽകുവാൻ പോകുകയാണ്. എന്നാൽ ഇവർക്ക് രാജയോഗവും കോടീശ്വര യോഗവും എല്ലാം തന്നെ വന്നു ചേരുന്നത് മാർച്ച് 29 മുതലാണ്. ഇവരുടെ മാറ്റങ്ങൾ വളരെയധികം മാറ്റങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നത്. ഇവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായിട്ടുള്ള ജീവിതമാണ് ഇവർക്ക് വരുവാൻ പോകുന്നത്. മാത്രമല്ല ഇവരുടെ 9-ാം ഭാവാധിപന് എന്ന് പറയുന്നത് പാപക്ഷേത്രമാണെന്ന് നമ്മൾ പറഞ്ഞു. ആ പാപക്ഷേത്രമാകുകയാൽ ഇവർക്ക് കഷ്ടപ്പാടുകളെ ബുദ്ധിമുട്ടുകളെയും അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇവർ മറ്റുള്ളവരെ സഹായിക്കുകയുള്ളൂ. ഇവർക്ക് ഭാഗ്യദോഷങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം തന്നെ ഈ കാലഘട്ടത്തോടു കൂടി മാറുന്നതാണ്. എന്നാൽ ഇവർക്ക് ഈ രാജയോഗങ്ങളും അതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം തന്നെ
വന്നു ചേരുവാനും വന്ന് ഭവിക്കുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ബെല്ലൈക്കൻ അമർത്തുകയും ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിപൂർവ്വം നമസ്കാരം നിർത്തുന്നു.